കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ശാസ്ത്രീയ മണ്ണ് പരിശോധന എന്തിന്, എങ്ങനെ എന്ന് നമുക്ക് പരിചയപ്പെടാം. ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ അമൂല്യ വരദാനമാണ് മണ്ണ്. നമ്മെ നിലനിർത്തുന്ന ഈ ജീവാമൃതം തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കേണ്ടതും അതേപടി വരും തലമുറയ്ക്ക് കൈമാറേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപാദനത്തിനും നിദാനം. മണ്ണറിഞ്ഞ് വളം ചെയ്താൽ മാത്രമേ നല്ല ഉൽപാദനം ലഭിക്കുകയുള്ളൂ. വളപ്രയോഗം കൃഷിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. പൊതുവായ ഒരു രാസവള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആണ് കർഷകർ സാധാരണയായി വളപ്രയോഗം നടത്തുന്നത്. എന്നാൽ ഈ പൊതു ശുപാർശ എല്ലാ വിളകൾക്കും ഏത് പ്രദേശത്തേക്കും എപ്പോഴും ഫലപ്രദമായിരിക്കണമെന്നില്ല. അതിനാൽ വളപ്രയോഗം കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കാൻ വേണ്ട ഒരു ശാസ്ത്രീയമായ ഉപാധിയാണ് മണ്ണ് പരിശോധന. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ ഫലഭൂഷ്ടി അനുസരിച്ച് വിളകൾക്ക് ലഭ്യമാകുന്ന സസ്യപോഷകങ്ങളുടെ അളവ് നിർണ്ണയിക്കുകയാണ് മണ്ണ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്യപോഷകങ്ങളെ പോലെ തന്നെ മണ്ണിന്റെ ഫലഭൂഷ്ടി നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് അതിന്റെ അമ്ലക്ഷാരാവസ്ഥ. ഇത് ക്രമീകരിക്കാൻ കുമ്മായ വസ്തുക്കൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് മണ്ണ് പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണു സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ഓരോ പ്രദേശത്തും മണ്ണിന്റെ ഘടന, ആഴം, സ്ഥലത്തിന്റെ ചരിവ്, നീർവാർച്ച സൗകര്യങ്ങൾ, ചെടിയുടെ വളർച്ച മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഓരോ കൃഷിയിടങ്ങളിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ 2 വരിക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. മണ്ണു സാമ്പിളുകൾ കുമ്മായം, ജിപ്സം വളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തരുത്. കുമ്മായമോ വളമോ ചേർത്തിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞേ സാമ്പിൾ എടുക്കാവൂ. ശേഖരിച്ച മണ്ണ് 6 മാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുന്നതല്ല. സാമ്പിൾ ശേഖരണത്തിന് തീർത്തും ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ: വരമ്പിനോട് ചേർന്ന് എടുക്കുന്ന ഭാഗങ്ങൾ, അടുത്തിടയ്ക്ക് വളം ചെയ്ത സ്ഥലങ്ങൾ, വളക്കുഴിയുടെയോ കമ്പോസ്റ്റ് വളക്കുഴിയുടെയോ സമീപം, മരങ്ങളുടെ തായ്തടിയുടെ സമീപം, വീട്, റോഡ് എന്നിവയോട് ചേർന്ന പ്രദേശങ്ങൾ, കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്തോട് ചേർന്ന സ്ഥലങ്ങൾ ഇവ ഒഴിവാക്കേണ്ടതാണ്. മൺവെട്ടി, ഓഗർ, പ്ലാസ്റ്റിക് ബക്കറ്റ് എന്നിവയാണ് മണ്ണു സാമ്പിൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ. മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്ന വിധം: കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയുടെ വേർപടലത്തിന്റെ ആഴത്തിലുള്ള മണ്ണ് സാമ്പിളുകൾ എടുക്കുക. നെല്ല്, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ മുതലായ ചെടികൾക്ക് 15 സെന്റിമീറ്റർ ആഴത്തിലും മറ്റു വിളകൾക്ക് 25 സെന്റിമീറ്റർ ആഴത്തിലുമാണ് സാമ്പിളുകൾ എടുക്കേണ്ടത്. ചെടിയിൽ നിന്നും 15 മുതൽ 20 സെന്റിമീറ്റർ വിട്ടാണ് മണ്ണെടുക്കേണ്ടത്. വാഴ, തെങ്ങ് എന്നിവയ്ക്ക് തടത്തിന്റെ പുറത്തു നിന്നാണ് മണ്ണ് പരിശോധനയ്ക്കായി എടുക്കേണ്ടത്. വാഴയ്ക്ക് ഉദ്ദേശം 75 സെന്റിമീറ്റർ 2.5 അടി അകലെ നിന്നും, തെങ്ങിന് ചുവട്ടിൽ നിന്നും 2 മീറ്റർ ഉദ്ദേശം 6 അടി അകലെ നിന്നും വേണം സാമ്പിളുകൾ ശേഖരിക്കേണ്ടത്. മണ്ണു സാമ്പിളുകൾ എടുക്കുന്ന സ്ഥലം ആദ്യമായി പുല്ലും ഉണങ്ങിയ ഇലകളും നീക്കം ചെയ്ത് വൃത്തിയാക്കണം. ഇങ്ങനെ വൃത്തിയാക്കിയ സ്ഥലത്തു നിന്നും മൺവെട്ടി ഉപയോഗിച്ച് നിർദ്ദിഷ്ട ആഴത്തിൽ V ആകൃതിയിൽ മണ്ണ് വെട്ടിയെടുക്കുക. തുടർന്ന് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിക്സാക്, തലങ്ങും വിലങ്ങും രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള ഒരേക്കർ നിലത്തു നിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ്, കല്ലും മറ്റ് സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. മണ്ണ് സാമ്പിൾ തയ്യാറാക്കുന്ന വിധം: പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് 500 ഗ്രാം 1/2 കിലോഗ്രാമായി കുറയ്ക്കേണ്ടതാണ്. ചതുർവിഭജനം എന്ന പ്രക്രിയയിലൂടെ മണ്ണ് 1/2 കിലോ ആക്കാം. ശേഖരിച്ച മണ്ണ് നന്നായി കൂട്ടിക്കലർത്തി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിരത്തിയിടുക. അതിനുശേഷം നെടുകയും കുറുകയും ഓരോ വര വരച്ച് 4ആയി വിഭജിക്കുക. ഇതിൽ നിന്നും കോണോട് കോൺ വരുന്ന 2 ഭാഗങ്ങളും നീക്കിക്കളഞ്ഞ ശേഷം വീണ്ടും മറ്റ് 2 ഭാഗങ്ങൾ കൂട്ടിക്കലർത്തി ഒന്നിച്ചു കൂനയാക്കുക. അവസാനം മണ്ണ് 1/2 കിലോ ആകുന്നവരെ ഈ ചതുർവിഭജനം തുടരേണ്ടതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ സാമ്പിൾ വൃത്തിയുള്ള തറയിലോ കടലാസിലോ നിരത്തി തണലിൽ ഉണക്കിയെടുക്കണം.
ഒരിക്കലും മണ്ണ് വെയിലത്ത് ഉണക്കാൻ പാടില്ല. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണിസഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പറോ കാർഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കേണ്ട വിവരങ്ങൾ: കർഷകന്റെ പേരും മേൽവിലാസവും, വില്ലേജ്, ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ല, സാമ്പിൾ എടുത്ത രീതി, കൃഷിസ്ഥലത്തിന്റെ സർവേ നമ്പർ, അടുത്തതായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള, മുമ്പ് കൃഷി ചെയ്തിരുന്ന തൊട്ടും മുമ്പ് 3 കൃഷിയുടെ വിളവും വളപ്രയോഗവും, നിർദ്ദേശം വേണ്ട കൃഷികൾ, ഇനം, ഏതെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ അതും, കൃഷിക്കുള്ള ജലസേചന മാർഗം, നീർവാർച്ച സൗകര്യം, മണ്ണിന്റെ പ്രത്യേകതകൾ, മണ്ണിന്റെ അടിയിൽ ഉറച്ച പാറമണ്ണോ പാറയോ അലിഞ്ഞു ചേരാത്ത പദാർത്ഥങ്ങൾ, മണ്ണൊലിപ്പ് എന്നിവ. കുമ്മായമോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവും ഉപയോഗിച്ച സമയവും. കേരളത്തിലെ മണ്ണു പരിശോധനാ സൗകര്യങ്ങൾ: തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന സെൻട്രൽ സോയിൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ സംസ്ഥാനത്തൊട്ടാകെ 14 ജില്ലാ മണ്ണു പരിശോധനാ ലബോറട്ടറികൾ പ്രവർത്തിച്ചു വരുന്നു. കർഷകർ ശേഖരിക്കുന്ന മണ്ണു സാമ്പിളുകൾ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷയോടൊപ്പം കൃഷിഭവനിൽ നിന്നും ജില്ലാ മണ്ണു പരിശോധനാ ലബോറട്ടറികളിൽ എത്തിച്ച് പരിശോധിക്കുന്നു. തികച്ചും സൗജന്യമായിട്ടാണ് ഇങ്ങനെ മണ്ണു പരിശോധന നടത്തുന്നത്. എന്നാൽ കർഷകർ നേരിട്ട് ലബോറട്ടറികളിൽ എത്തിക്കുന്ന സാമ്പിളിന് 50 രൂപ ഫീസ് ഈടാക്കി പരിശോധന നടത്തുന്നു. FACTയുടെ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി കൊച്ചിയിൽ ഉദ്യോഗമണ്ഡലിലാണ് ഉള്ളത്. മണ്ണ് പരിശോധനാ ഘടകങ്ങൾ: അമ്ലക്ഷാരത്വം, സാൾട്ട് ലയിച്ച് ചേർന്നിട്ടുള്ള അളവ്, പാക്യജനകം, ഭാവകം, ക്ഷാരം, സെക്കൻഡറി മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ എന്നീ ഘടകങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ കർഷകരുടെ മിത്രമായി അരികിലെത്തി കൃഷിയിടങ്ങളിൽ തന്നെ മണ്ണു സാമ്പിളുകൾ പരിശോധന നടത്തി വളം ശുപാർശ ചെയ്യുന്നു. കൂടാതെ കർഷകർക്ക് അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. കാർഷിക മേളകൾ, സെമിനാറുകൾ തുടങ്ങിയ കാർഷിക പരിപാടികൾക്ക് സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലയുടെ സേവനം സൗജന്യമായി ലഭ്യമാണ്. റൂറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാമുകളിൽ സജീവമായി പങ്കെടുക്കുന്നു. സർക്കാരിന്റെ ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി മണ്ണു പരിശോധനയിലൂടെ വിളവ് വർദ്ധിപ്പിക്കാൻ എല്ലാ കർഷകരും മുന്നോട്ട് വരേണ്ടതാണ്. മണ്ണു പരിശോധന അടിസ്ഥാനമാക്കിയ വിവരങ്ങളും വിളയ്ക്കനുയോജ്യമായ ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് ലഭ്യമാക്കുന്നു. ഈ കാർഡിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കർഷകന് അടുത്ത വിള ലാഭകരമാക്കാൻ സമീകൃത വളപ്രയോഗം അവലംബിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കർഷകരുടെ ക്ഷേമത്തിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും വിവിധ പദ്ധതികൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആദ്യമായി കേന്ദ്ര മേഖലയിലെ പദ്ധതികൾ. ഒന്നാമതായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ. ഭൂമി കൈവശമുള്ള കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുബന്ധമായി 2019 ഫെബ്രുവരി 24 ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. പദ്ധതി പ്രകാരം 2000 രൂപ സാമ്പത്തിക നേട്ടം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി രാജ്യത്തുടനീളമുള്ള കർഷകരുടെ കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3 തുല്യ 4 മാസ ഗഡുക്കളായി പ്രതിവർഷം 6000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുവരെ 2,81 കോടി രൂപയുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ 11 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് വിവിധ തവണകളായി കൈമാറി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന അഥവാ PMKMY ഏറ്റവും ദുർബലരായ കർഷക കുടുംബങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനായി 2019 സെപ്റ്റംബർ 12 ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. PMKMY ഒരു സംഭാവനാ പദ്ധതിയാണ്. ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ ഫണ്ടിലേക്ക് പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ അടച്ച് സ്കീമിൽ അംഗമാകാൻ തിരഞ്ഞെടുക്കാം. സമാനമായ തുക കേന്ദ്ര സർക്കാരും നൽകും. 18നും 40നും ഇടയിൽ പ്രായമുള്ള അപേക്ഷകർ 1000 രൂപ സംഭാവന നൽകണം. 55 മുതൽ 60 വയസ്സ് തികയ്ക്കുന്നതുവരെ പ്രതിമാസം 200 രൂപ അടയ്ക്കണം. PMKMY കർഷകരെ അവരുടെ വാർദ്ധക്യകാലം പരിപാലിക്കുകയും 1000 രൂപ നൽകുകയും ചെയ്യുന്നു. എൻറോൾമെൻറ്റ് ചെയ്ത കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ 3000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ
പെൻഷൻ ഫണ്ട് മാനേജറാണ്. കൂടുതൽ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ CSC സംസ്ഥാന സർക്കാരുകൾ വഴിയാണ് നടത്തുന്നത്. ഇതുവരെ 23,38,000 കർഷകർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അഥവാ PMFBY വിതയ്ക്കുന്നതിന് മുമ്പ് മുതൽ വിളവെടുപ്പിന് ശേഷവും തടയാനാകാത്ത എല്ലാ പ്രകൃതി അപകടങ്ങൾക്കും കർഷകർക്ക് വിളകൾക്ക് സമഗ്രമായ അപകട പരിരക്ഷ ഉറപ്പാക്കുന്നതിനും മിതമായ ക്ലെയിം തുക നൽകുന്നതിനുമായുള്ള ലളിതവും താങ്ങാനാവുന്നതുമായ വിള ഇൻഷുറൻസ് ഉൽപ്പന്നം നൽകുന്നതിന് 2016 PMFBY ആരംഭിച്ചു. ഈ പദ്ധതി ആവശ്യാനുസരണം എല്ലാ കർഷകർക്കും ലഭ്യമാണ്. മൊത്തം 5549.40 ലക്ഷം കർഷക അപേക്ഷകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2016-17 മുതലുള്ള പദ്ധതിയിൽ 1,50,559.10 കോടി രൂപ ക്ലെയിമായി അടച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച പലിശ സബ്വെൻഷൻ സ്കീം ISS വിള പരിപാലനവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളായ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം എന്നിവ പരിശീലിക്കുന്ന കർഷകർക്ക് ഹ്രസ്വകാല കാർഷിക വായ്പകൾ നൽകുന്നു. ഒരു വർഷത്തേക്ക് പ്രതിവർഷം 7% പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ 3% അധിക സബ്വെൻഷനും കർഷകർക്ക് ഉടനടി നൽകുകയും ചെയ്യുന്നു. ലോണുകളുടെ സമയബന്ധിതമായ തിരിച്ചടവ് അങ്ങനെ ഫലപ്രദമായ പലിശ നിരക്ക് പ്രതിവർഷം 4% കുറയുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ വിളവെടുപ്പിനു ശേഷമുള്ള വായ്പകൾക്കും ISSന്റെ ആനുകൂല്യം ലഭ്യമാണ്. കടുത്ത പ്രകൃതിക്ഷോഭങ്ങളും 5/1/2024 വരെ 465.42 ലക്ഷം പുതിയ KCC അപേക്ഷകൾ അനുവദിച്ചു. അനുവദിച്ച ക്രെഡിറ്റ് പരിധി രൂപ ഡ്രൈവിന്റെ ഭാഗമായി 5,69,974 കോടി രൂപ അനുവദിച്ചു. പരിഷ്കരിച്ച പലിശ സബ്വെൻഷൻ സ്കീം അഥവാ MISS പലിശ സബ്വെൻഷൻ സ്കീം വിള പരിപാലനവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളായ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം എന്നിവ പരിശീലിക്കുന്ന കർഷകർക്ക് ഹ്രസ്വകാല കാർഷിക വായ്പകൾ നൽകുന്നു. ഒരു വർഷത്തേക്ക് പ്രതിവർഷം 7% പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ 3% അധിക സബ്വെൻഷനും കർഷകർക്ക് ഉടനടി നൽകുകയും ചെയ്യുന്നു. ലോണുകളുടെ സമയബന്ധിതമായ തിരിച്ചടവ് അങ്ങനെ ഫലപ്രദമായ പലിശ നിരക്ക് പ്രതിവർഷം 4% കുറയുന്നു. അനുവദിച്ച ക്രെഡിറ്റ് പരിധി രൂപ ഡ്രൈവിന്റെ ഭാഗമായി 5,69,974 കോടി രൂപ ഇതുവരെ അനുവദിച്ചു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF നിലവിലുള്ള അടിസ്ഥാന സൗകര്യ വിടവുകൾ പരിഹരിക്കുന്നതിനും കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം സമാഹരിക്കുന്നതിനുമായി ആത്മനിർഭർ ഭാരത് പാക്കേജിന് കീഴിൽ അഗ്രി ഇൻഫ്രാ ഫണ്ട് ആരംഭിച്ചു. രാജ്യത്തിൻ്റെ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള കാഴ്ചപ്പാടോടെയാണ് AIF അവതരിപ്പിച്ചത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പലിശ സബ്വെൻഷനും ക്രെഡിറ്റ് ഗ്യാരണ്ടി പിന്തുണയും വഴി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിറ്റി ഫാമിംഗ് ആസ്തികൾ എന്നിവയ്ക്കായുള്ള പ്രായോഗിക പ്രൊജക്റ്റുകളിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ഇടത്തരം ദീർഘകാല ഡെബിറ്റ് ഫിനാൻസിംഗ് സൗകര്യമാണ്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന വിശദമായ പദ്ധതി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള സ്കീമുകൾ കർഷകർക്ക് ഗുണമേന്മയുള്ള ഇൻപുട്ടുകൾ, വിപണി സൗകര്യങ്ങൾ മുതലായവ വിതരണം ചെയ്യാൻ സഹായിക്കുന്ന കാർഷിക അനുബന്ധ മേഖലകളിൽ വിളവെടുപ്പിനു മുമ്പും ശേഷവും അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാർഷിക അനുബന്ധ മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് പ്രാദേശിക കർഷകരുടെ ആവശ്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുസൃതമായി പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഇതുവഴിയാകും. സ്വയംഭരണവും നൽകുന്നു. കൃഷിയുടെയും അനുബന്ധ മേഖലകളുടെയും മൊത്തത്തിലുള്ള വളർച്ചയും കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് കാർഷിക അനുബന്ധ മേഖലകളിലെ വിഭവങ്ങളുടെ വിടവ് നികത്താനായാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. RKVY അഗ്രി സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന് കീഴിൽ 2019-20 മുതൽ 1524 സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്തു. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായമായി 106.25 കോടി രൂപ അനുവദിച്ചു. സോയിൽ ഹെൽത്ത് കാർഡ് മണ്ണിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്തുന്നതിന്
പ്രയോഗിക്കേണ്ട പോഷകങ്ങളുടെ ഉചിതമായ അളവിൽ ശുപാർശ ചെയ്യുന്നതിനൊപ്പം മണ്ണിൻ്റെ പോഷക നിലയെക്കുറിച്ചുള്ള വിവരങ്ങളും സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നൽകുന്നു. സൂചകങ്ങൾ സാധാരണയായി കർഷകരുടെ പ്രായോഗിക അനുഭവവും പ്രാദേശിക പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള അറിവും അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാങ്കേതിക അല്ലെങ്കിൽ ലബോറട്ടറി ഉപകരണങ്ങളുടെ സഹായമില്ലാതെ വിലയിരുത്താൻ കഴിയുന്ന മണ്ണിൻ്റെ ആരോഗ്യ സൂചകങ്ങൾ കാർഡ് പട്ടികപ്പെടുത്തുന്നു. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തത്സമയ തീരുമാന പിന്തുണന സംവിധാനങ്ങളുമായി എളുപ്പത്തിൽ യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു GSS ഭൂപടം വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വികേന്ദ്രീകൃത മണ്ണ് പരിശോധനാ സംവിധാനം ഈ സ്കീം പുറത്തിറക്കുന്നു. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഭൂപടം വികസിപ്പിക്കുന്നതിനായി 2023 രാജ്യത്തുടനീളം 5 കോടി മണ്ണ് സാമ്പിളുകൾ നടത്താൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. 2024 മുതൽ 2025-26 വരെ മഴ നിശ്രിത മേഖലാ വികസനം RAD 2014-15 മുതൽ RAD നടപ്പിലാക്കുന്നു. സംയോജിത കൃഷി സമ്പ്രദായം അഥവാ IFS പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ലസ്റ്റർ മോഡൽ RAD ഒരു പ്രദേശാധിഷ്ഠിത സമീപനം സ്വീകരിക്കുന്നു. അത് മൾട്ടി ക്രോപ്പിംഗ്, റൊട്ടേഷണൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൃഷി, ഇടവിള കൃഷി, സമ്മിശ്ര വിള സമ്പ്രദായങ്ങൾ, ഹോർട്ടിക്കൾച്ചർ, കന്നുകാലികൾ, മത്സ്യബന്ധനം, തേനീച്ച വളർത്തൽ തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ ഉപജീവന മാർഗം നിലനിർത്തുന്നതിന്, കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല വരൾച്ച, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റ് തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനും കർഷകരെ പ്രാപ്തരാക്കുന്നു. 2014-15 വർഷം മുതൽ നാളിതുവരെ 7.13 ലക്ഷം ഹെക്ടർ പ്രദേശം RAD പ്രോഗ്രാമിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈക്രോ ഇറിഗേഷൻ സാങ്കേതിക വിദ്യകൾ അതാത് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സംവിധാനങ്ങൾ വഴി കാർഷിക തലത്തിൽ ജല ഉപയോഗ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി 2015-16 പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് PDMC പദ്ധതി ആരംഭിച്ചു. മൈക്രോ ഇറിഗേഷൻ വെള്ളം ലഭിക്കുന്നതിനും അതുപോലെ വളപ്രയോഗം, തൊഴിലാളികളുടെ ചെലവുകൾ, മറ്റ് ഇൻപുട്ട് ചെലവുകൾ, കർഷകരുടെ മൊത്തത്തിലുള്ള വരുമാന വർധനവ് എന്നിവയിലൂടെ വളപ്രയോഗം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. മൈക്രോ ഇറിഗേഷൻ്റെ ഉറവിടം സൃഷ്ടിക്കുന്നതിന് അനുബന്ധമായി മറ്റ് ഇടപെടലുകളെ മൈക്രോ ലെവൽ ജലശേഖരണം, സംഭരണം, മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളെയും ഇത് പിന്തുണയ്ക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാലയൻ സംസ്ഥാനങ്ങൾ, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിവയ്ക്ക് മൊത്തം വിഹിതത്തിൻ്റെ 40% വരെയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് 20% വരെയും ആവശ്യാനുസരണം OI പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. 2015-16 മുതൽ 2022-23 വരെ 78 ലക്ഷം ഹെക്ടർ പ്രദേശം PDMC സ്കീം വഴി മൈക്രോ ഇറിഗേഷൻ്റെ കീഴിലാണ്. മൈക്രോ ഇറിഗേഷൻ ഫണ്ട് അഥവാ MIF മൈക്രോ ഇറിഗേഷൻ കവറേജ് വിപുലീകരിക്കുന്നതിനുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയെന്ന പ്രധാന ലക്ഷ്യത്തോടെ നബാർഡുമായി ചേർന്ന് 5000 കോടി രൂപയുടെ ഒരു മൈക്രോ ഇറിഗേഷൻ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഫണ്ടിംഗ് ക്രമീകരണത്തിന് കീഴിൽ നബാർഡ് വിപണിയിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ടിൻ്റെ അനുബന്ധ ചിലവിനേക്കാൾ 3% കുറഞ്ഞ പലിശ നിരക്കിൽ നബാർഡ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വായ്പയായി നൽകുന്നു. MIFന് കീഴിലുള്ള വായ്പയുടെ പലിശ ഇളവ് PDMCക്ക് കീഴിലുള്ള കേന്ദ്രമാണ് വഹിക്കുന്നത്. MIFന് കീഴിൽ 4710.96 കോടി രൂപയുടെ വായ്പകളുള്ള പദ്ധതികൾക്കാണ് ഇതുവരെ അംഗീകാരം ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്ക് 2812.24 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. PDMC സ്കീമിൽ നിന്ന് സംസ്ഥാനങ്ങൾ നേടിയെടുത്ത വായ്പകൾക്ക് മന്ത്രാലയം പലിശ ഇളവ് നൽകുന്നു. 2021-22 ബഡ്ജറ്റ് പ്രകാരം ഫണ്ടിൻ്റെ കോർപ്പസ് 10,000 കോടി രൂപയായി ഇരട്ടിയാക്കണം. MIF ഇപ്പോൾ ലയിപ്പിച്ചിരിക്കുന്നു. പരമ്പരാഗത് കൃഷി വികാസ് യോജന അഥവാ PKVY. പരമ്പരാഗത് കൃഷി വികാസ് യോജന മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനും അതുവഴി കാർഷിക രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ ജൈവ രീതിയിലൂടെ
ആരോഗ്യകരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. 20 ഹെക്ടർ യൂണിറ്റ് ക്ലസ്റ്റർ വലിപ്പമുള്ള ഒരു ക്ലസ്റ്റർ മോഡലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ കുറഞ്ഞത് 20 കർഷകരെ ഉൾപ്പെടുത്തും. PKVY വ്യവസ്ഥ പ്രകാരം ഒരു ഗ്രൂപ്പിലെ കർഷകർക്ക് പരമാവധി 2 ഹെക്ടർ വരെ പ്രയോജനം ലഭിക്കും. ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനം സുഗമമാക്കുന്നതിന് അത്തരം 25 ക്ലസ്റ്ററുകൾക്ക് 500 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഒരു വലിയ ക്ലസ്റ്ററായി മാറ്റുന്നു. പദ്ധതി പ്രകാരം 1000 രൂപ ധനസഹായം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് ഹെക്ടറിന് 31,500 രൂപ, അതായത് 15,000 നൽകുന്നു. കർഷകർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് ഇത് പ്രോത്സാഹനമായി നൽകുന്നു. കാർഷിക യന്ത്രവൽക്കരണത്തെക്കുറിച്ചുള്ള സബ്വെൻഷൻ അഥവാ SMAM ചെറുകിട നാമമാത്ര കർഷകർക്കും ലഭ്യതയുള്ള പ്രദേശങ്ങളിലേക്കും കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ ത്വരിതഗതിയിലുള്ളതും എന്നാൽ ഉൾക്കൊള്ളാവുന്നതുമായ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സബ്വെൻഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ അഥവാ SMAM ഏപ്രിൽ 2014 മുതൽ നടപ്പിലാക്കുന്നു. കാർഷിക ശക്തി കുറവാണ്. ചെറിയ ഭൂവുടമസ്ഥതയും വ്യക്തിഗത ഉടമസ്ഥതയുടെ ഉയർന്ന വിലയും മൂലമുണ്ടാകുന്ന പ്രതികൂല സമ്പദ് വ്യവസ്ഥയെ മറികടക്കാൻ കസ്റ്റം ഹയറിംഗ് സെൻ്ററുകൾ പ്രോത്സാഹിപ്പിക്കുക. ഹൈടെക് ഉയർന്ന മൂല്യമുള്ള കാർഷിക ഉപകരണങ്ങൾക്കായി ഹബ്ബുകൾ സൃഷ്ടിക്കുക. പ്രകടനത്തിലൂടെയും ശേഷികളിലൂടെയും പങ്കാളികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളമുള്ള നിയുക്ത ടെസ്റ്റിംഗ് സെൻ്ററുകളിൽ പ്രകടന പരിശോധനയും സർട്ടിഫിക്കേഷനും ഉറപ്പാക്കുന്നു. നാളിതുവരെ സംസ്ഥാന സർക്കാരുകൾക്ക് 6,748.78 കോടി രൂപ അനുവദിച്ചു. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, സ്വയം പ്രവർത്തിപ്പിക്കുന്ന യന്ത്രങ്ങൾ, സസ്യ സംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ 15,75,719 കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്യുകയും 23,472 കസ്റ്റം ഹയറിംഗ് സെൻ്ററുകളും 504 ഹൈടെക് ഹബ്ബുകളും സ്ഥാപിക്കുകയും ചെയ്തു. 20,597 SMAMന് കീഴിൽ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ പ്രോത്സാഹനം. കാർഷിക മേഖലയിലെ ഡ്രോൺ സാങ്കേതികവിദ്യകളുടെ സവിശേഷമായ നേട്ടങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഡ്രോണുകളുടെ ഫലപ്രദവും സുരക്ഷിതവുമായ പ്രവർത്തനങ്ങൾക്ക് സംക്ഷിപ്ത നിർദ്ദേശങ്ങൾ നൽകുന്ന കീടനാശിനിയിലും പോഷകപ്രയോഗത്തിലും പൊതുസഞ്ചയത്തിൽ ഡ്രോണുകളുടെ ഉപയോഗത്തിനായി ഒരു സ്റ്റാൻഡേർഡ് ക്രോപ്പ് സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ SOP 20/4/2023 പുറത്തിറക്കി. SMAMൻ്റെ ഫണ്ടിൽ നിന്ന് ഇതുവരെ 100 രൂപ കിസാൻ ഡ്രോൺ പ്രൊമോഷന് 138.82 കോടി അനുവദിച്ചു. അതിൽ 79,070 ഹെക്ടർ സ്ഥലത്ത് 317 ഡ്രോണുകൾ വാങ്ങുകയും കർഷകർക്ക് സബ്സിഡിയിൽ 461 ഡ്രോണുകൾ വിതരണം ചെയ്യുകയും കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ നൽകുന്നതിന് 1,595 ഡ്രോണുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിള അവശിഷ്ട മാനേജ്മെൻറ്റ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഡൽഹിയിലെ NCT എന്നിവിടങ്ങളിൽ 2018-19 മുതൽ വിള അവശിഷ്ട പരിപാലനം നടപ്പിലാക്കി. അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പോഷകങ്ങളുടെയും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെയും നഷ്ടം തടയുക, വിള അവശിഷ്ടങ്ങളുടെ ഇൻസിറ്റു മാനേജ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ ഇൻസിറ്റു ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെൻറ്റ് മെഷീനറികൾ ഇഷ്ടാനുസൃതമായി വാടകയ്ക്കെടുക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നു. വിള അവശിഷ്ടങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രദർശനം, ശേഷി വർദ്ധിപ്പിക്കൽ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ വിവരങ്ങൾ, വിദ്യാഭ്യാസം, ആശയവിനിമയ തന്ത്രങ്ങൾ എന്നിവയിലൂടെ പങ്കാളികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. പദ്ധതിക്ക് കീഴിൽ 3,333.17 കോടി രൂപ അനുവദിച്ചു. കൂടാതെ 2,95,845 CRM മെഷീനറികൾ വിതരണം ചെയ്തു. അഗ്രോ ഫോറസ്ട്രി. കൃഷിയിടങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2014 ദേശീയ കാർഷിക വന നയത്തിൻ്റെ ശുപാർശയിലാണ് കാർഷിക
വനവൽക്കരണം വിഭാവനം ചെയ്തത്. DRKVYയുടെ കീഴിൽ പുനഃക്രമീകരിച്ച കാർഷിക വനവൽക്കരണം ഗുണനിലവാരം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി കർഷക ഉൽപാദക സംഘടനകൾ. കേരള കർഷക ഉൽപാദക സംഘടനാ നയം 2020 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിലെ കർഷക ഉൽപാദക സംഘടനയുടെ രൂപീകരണം സംബന്ധിച്ച നയം യാഥാർത്ഥ്യമാകുന്നത്. പ്രസ്തുത പദ്ധതി പ്രകാരം കേരളത്തിൽ 50 പുതിയ FPOകളുടെ രൂപീകരണവും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 50 കർഷക ഉൽപാദക സംഘടനകളുടെ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം SFAC കേരളയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി നിഷ്കരിച്ചിട്ടുള്ളത്. അസംഘടിതരായ നാമമാത്ര ചെറുകിട കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭ്യമാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കാർഷിക വികസനം സുസ്ഥിരമാക്കുക, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക തുടങ്ങിയവയാണ് 2020 കാർഷിക ഉൽപാദന നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിൽ കാർഷിക മൂല്യവർദ്ധനവിലൂന്നിയ മുന്നേറ്റത്തിന് സഹായകരമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കർഷക ഉൽപാദക സംഘടനകൾ സംബന്ധിച്ച പദ്ധതികളാണ് പ്രധാനമായും SFAC മുഖേന നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം ആനയറയിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക നഗര മൊത്തവ്യാപാര വിപണിയിലാണ് SFAC കാര്യാലയം. ഇതുകൂടാതെ കൃഷി സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിനായി കർഷകർക്കുള്ള ഒരു ടോൾ ഫ്രീ കാർഷിക വിവര സങ്കേതം കൂടി SFACയിൽ സജ്ജമാണ്. എന്താണ് കർഷക ഉൽപാദക സംഘടനകൾ? കാർഷിക മേഖലയിൽ ഉൽപാദന വർധനവിനും സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി ലക്ഷ്യമാക്കുന്നതിനുമായി രൂപീകരിക്കുന്ന കർഷക കൂട്ടായ്മകളെയാണ് കാർഷിക ഉൽപാദക സംഘടനകൾ അഥവാ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കർഷകർക്ക് ഉയർന്ന വിലപേശൽ ശക്തി നൽകുകയും ചെയ്യുന്ന കൂട്ടായ്മകളാണ് FPOകൾ. സഹകരണ തത്വങ്ങളും കമ്പനി നിയമങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവർത്തന രീതിയാണ് പ്രൊഡ്യൂസർ കമ്പനികൾക്കുള്ളത്. അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചെയർമാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആയിരിക്കും കമ്പനിയുടെ നേതൃത്വം വഹിക്കുക. കർഷക ഉൽപാദക സംഘടനകൾ വഴി മൂല്യവർദ്ധന വിപണന അവസരങ്ങൾ കർഷകർക്ക് ഒത്തൊരുമിച്ച് സംഘടിക്കുന്നതിനും അവരുടെ ഉൽപാദനങ്ങൾക്ക് മെച്ചപ്പെട്ട വില നൽകുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് ചെയ്ത സ്വദേശത്തും വിദേശത്തും വിൽക്കുന്നതിനും കർഷകർക്ക് ഇതിലൂടെ അവസരം ലഭിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില കർഷകന് ലഭിക്കുന്നതിനൊപ്പം ഓഹരിക്ക് അനുസൃതമായ ലാഭം കർഷകന്റെ കൈയിൽ തന്നെ എത്തിച്ചേരുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. FPO മുഖേന ലക്ഷ്യമിടുന്ന പ്രധാന സേവനങ്ങൾ: സാമ്പത്തിക സേവനങ്ങൾ, ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള ഉൽപാദനം, ഇൻപുട്ട് വിതരണ സേവനം, സംഭരണം, മാർക്കറ്റിംഗ് സേവനങ്ങൾ, ഇൻഷുറൻസ് സേവനങ്ങൾ, സാങ്കേതിക സേവനങ്ങൾ, നെറ്റ്വർക്കിംഗ്, അഗ്രോ സർവീസ് സെന്റർ, മൂല്യവർദ്ധനം, കയറ്റുമതി. എങ്ങനെയാണ് FPOകൾ രൂപീകരിക്കുന്നത്? കർഷകർക്കു മാത്രമേ FPOകളിൽ അംഗത്വം എടുക്കാൻ കഴിയൂ. ഏറ്റവും കുറഞ്ഞത് 100 അംഗങ്ങൾ ഒരു കർഷക ഉൽപാദക സംഘടനയിൽ ആദ്യത്തെ വർഷം ഉണ്ടായിരിക്കണം. ക്രമേണ വർദ്ധിപ്പിച്ച് 3-ാം വർഷം അംഗസംഖ്യ 500 മുതൽ 1000 വരെ ആക്കണം. ഓരോ കർഷക അംഗവും മിനിമം 200 രൂപയുടെ ഓഹരി പ്രസ്തുത കമ്പനിയിൽ അംഗത്വം കിട്ടുന്നതിനായി എടുത്തിരിക്കണം. ഇത്തരത്തിൽ രൂപീകൃതമാകുന്ന കമ്പനിയുടെ ഗുണങ്ങൾ അതിൽ അംഗമാകുന്ന കർഷകർക്കുള്ളതാണ്. കർഷകരാണ് ഓരോ കർഷക ഉൽപാദന സംഘടനയിലും ശക്തി. 10 മുതൽ 20 കർഷകർ ചേരുന്ന ചെറു സംഘങ്ങളാണ് FIG. ഇത്തരത്തിൽ 12 മുതൽ 50 FIGകൾ ചേർന്നാൽ FPO ആയി. ഒരു FPOയുടെ പ്രാരംഭ പ്രവർത്തന പരിധി എന്നാൽ 2 മുതൽ 25 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ്. പൊതുവായ താല്പര്യവും ലക്ഷ്യവുമുള്ള കർഷകർ, കർഷക സ്ത്രീകൾ, യുവജനങ്ങൾ തുടങ്ങിയവരെ കണ്ടെത്തി 10 മുതൽ 20 അംഗങ്ങൾ വരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് FIGകൾ. ഇത്തരത്തിൽ സജീവമായി നിരവധി FIGകളാണ് ഒരു FPOയുടെ ശക്തിയും അടിത്തറയും. ഓരോ FIGകളിൽ നിന്നും മാസ്റ്റർ ഫാർമേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന കൃഷിക്കൂട്ടങ്ങൾക്ക് സമാനമായ ബൈലോ പിന്തുടരാനും സ്വതന്ത്രമായ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാനും ഈ FIGകൾക്ക് കഴിയും.
ഇതിനു പുറമെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി അംഗങ്ങളുടെ വിശദാംശങ്ങൾ, ക്യാഷ് ബുക്ക്, മിനിറ്റ് രജിസ്റ്റർ തുടങ്ങിയ ആവശ്യമായ രജിസ്റ്ററുകൾ സൂക്ഷിച്ച് FIGയുടെ ഒരു ഘടന നിലനിർത്തേണ്ടതുമാണ്. പദ്ധതി മേൽനോട്ടം. കേരളത്തിലെ FPO പ്രൊമോഷൻ സ്കീം 2021 ആരംഭിച്ചു. ഇന്ന് വരെ 42 FPCകൾ വിജയകരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉൽപാദന കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെലവ്, CEO ശമ്പളം, വാടക, വൈദ്യുതി, കമ്മ്യൂണിക്കേഷൻ ചാർജുകൾ, കളക്ഷൻ സെന്റർ സ്ഥാപിക്കൽ, ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇക്വിറ്റി ഗ്രാന്റ്, പാക്ക് ഹൗസ്, ഭക്ഷ്യ സംസ്കരണ യന്ത്രങ്ങൾ മുതലായ ഘടകങ്ങൾക്ക് ഓരോ FPOകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും 3 വർഷത്തേക്ക് ഏകദേശം 60 ലക്ഷം രൂപ വരെ ധനസഹായമായി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഉൽപാദക കമ്പനിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മികച്ച പിന്തുണയും കൈത്താങ്ങും നൽകാൻ സർക്കാർ സുതാര്യമായ ഈ ടെൻഡർ പ്രക്രിയയിലൂടെ ദേശീയ തലത്തിൽ യോഗ്യതയുള്ള കാർഷിക ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് SFAC വഴി നടപ്പാക്കുന്ന പദ്ധതി ജില്ലാ തലത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ആത്മ, ബ്ലോക്ക് തലത്തിൽ FPC പരിധിയിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമാണ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇതുകൂടാതെ VFPCK ജില്ലാ മാനേജർ വഴി ഇടങ്ങളിൽ നോഡൽ ഓഫീസറായും പ്രവർത്തിക്കുന്നു. ബിസിനസ് പ്ലാൻ തയ്യാറാക്കൽ, ഫീൽഡ് ലെവൽ കർഷക സമാഹരണം, പരിശീലനം, എക്സ്പോഷർ വിസിറ്റ്, വിവിധ ലൈസൻസുകൾ സംഗമമാക്കൽ എന്നിവയിൽ പിന്തുണയ്ക്കുന്നതിനായി അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി ABPA പ്രൊഡ്യൂസർ കമ്പനികളുമായി നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിലുള്ള സ്കീം മോണിറ്ററിംഗിനായി ഒരു പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് SFAC കേരളയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.